സ്നേഹത്തിനായ വികാരിച്ച പ്രിയപ്പെട്ടവരെ, 6 മണി മുതൽ ഇപ്പോൾ 9:15 ഇത്രയും സമയം വളരെ നന്നായിട്ട് ഒരു കലാവിരുന്ന് തന്നെയായിരുന്നു പുന്നങ്കോട് സോണുകാർ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചതെന്ന് പറയുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. നമ്മളിതിൻ്റെ പേര് നമ്മുടെ പുന്നങ്കോട് സോണിൻ്റെ ഗ്രൂപ്പിൻ്റെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പേരിട്ടിരിക്കുന്നത് നമ്മൾ വായിച്ചു കാണും. ക്യാമിനോ ലാഫെ എന്നാണ്. വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ. ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കുമായിരുന്നു എന്തായിരുന്നു എന്നുള്ള കാര്യം. ആരെങ്കിലും നമ്മുടെ ഓരോ കൂട്ടായ്മ വാർഷികങ്ങളും തീർച്ചയായിട്ടും നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ ഇവർ തീർച്ചയായിട്ടും ഈ മണിക്കൂറുകളിലൂടെ നൽകുകയായിരുന്നു. ഇവർ വിശ്വാസത്തിൻ്റെ പാതയിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ഇവരുടെ കൊച്ചുകുട്ടികൾ കുരിശു വരയ്ക്കാനായിട്ട് അറിയാമെന്ന് അവരുടെ പ്രാർത്ഥന ആക്ഷൻ സോങ്ങിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് പുന്നങ്കോട് സൈഡിലുള്ള ആളുകൾ കുരിശു വരയ്ക്കുന്നവരാണ് മനസ്സിലാക്കുകയാണ്. കുരിശു വരയ്ക്കുന്നവരായിരിക്കും. ഒരു പ്രോഗ്രാം ചെയ്തത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ പുന്നങ്കോട് സോണിനെ നോക്കുകയാണെങ്കിൽ പോലും ഒത്തിരി ദൂരത്താണ് വീടുകൾ എല്ലാം കിടക്കുന്നത്. നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാണ് നമ്മൾ പറയാറുണ്ട്. ഒരു ഫീച്ചറായിട്ട് പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ പുന്നങ്കോട് സോണിൻ്റെയും ഒരു ഫീച്ചറായിട്ട് തന്നെ പറയാം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. പല പല സ്വഭാവമുള്ള മനുഷ്യർ ഒന്നിച്ചുകൂടി, പല സ്ഥലത്തുള്ള ആളുകൾ ഒന്നിച്ചുകൂടി, ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒത്തിരി പിണക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ അടുപ്പത്തിലേക്ക് വരുവാനായിട്ട് കഴിയുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. പലരോടും ഈ കൂട്ടായ്മ എങ്ങനെ, അല്ലെങ്കിൽ ഇതിൻ്റെ സോണിൻ്റെ പരിപാടികൾ എങ്ങനെ പോകുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ കൂട്ടായ്മയുടെ വികാരീച്ചൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മ നടത്തുന്നതിലും കൂടുതലായിട്ട് 50 മടങ്ങ് അധികമായിട്ട് ഒരു കൂട്ടായ്മ നടത്തേണ്ട പ്രതീതി ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഒപ്പം ഇവരുടെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാം പെർഫെക്ഷനോട് കൂടിയാണ് ചെയ്തത്. കാരണം ഇവർ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ടെന്ന് എന്നുള്ള കാര്യം അറിയാം. ഇടസമയത്താണെങ്കിൽ ചില ദിവസങ്ങളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്, സ്റ്റേജിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ചില സമയങ്ങളിൽ വന്നു നിന്നിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ പോലും എല്ലാവരും ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്തു, ചില വീടുകളിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ ഈ പെർഫോമൻസിൻ്റെ പേരിൽ അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട വികാരിച്ചിൻ്റെ പേരിൽ കൂടി അഭിനന്ദിക്കുകയാണ്. തുടർന്നും നമ്മുടെ കൂട്ടായ്മ കൂടുതൽ സജീവമാകട്ടെ. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കൂടി നമുക്ക് കൂടുതൽ വളരുവാനായിട്ടും പരസ്പരം മനസ്സിലാക്കുവാനായിട്ടും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധ